നമസ്കാരം. വ്ലോഗ് ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലമാണിത്. അവിടെ ഒരു ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം. തീർച്ചയായിട്ടും ഇവിടെ വരിക, 30 രൂപ കൊടുത്താൽ കാണാം. ഞാൻ കുറച്ച് ഈ ബ്ലോഗ് ലോകത്തിലൂടെ നിങ്ങളെ കാണാം. വയനാട്ടിലെ അമ്പുകുത്തി മലയിലെ എടയ്ക്കൽ ഗുഹയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള അമ്പലവയൽ ടൗണിലാണ് ഈ ഹെറിറ്റേജ് മ്യൂസിയം ഉള്ളത്. ഇവിടുത്തെ ഗോത്ര സമൂഹത്തിൻ്റെയും ആദിവാസി വിഭാഗങ്ങളുടെയും ജീവിതത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശവും. ഈ കാഴ്ചകൾ എൻ്റെ പ്രേക്ഷകർക്ക് ഒരു വിരുന്നായിരിക്കും എന്നെനിക്കറിയാം. 30 രൂപ ടിക്കറ്റ് എടുത്ത് ഞാൻ അകത്ത് കയറി. ഇതത്ര വലിയ മ്യൂസിയം ഒന്നുമല്ല, എങ്കിലും നൂറ്റാണ്ടുകൾ മുമ്പ് നിലനിന്നിരുന്ന ഗ്രാമീണ ജീവിതം ഇവിടെ പുനർജനിക്കുന്നത് കാണാം. ഈ മ്യൂസിയത്തിൽ എന്നെ കൂടുതൽ ആകർഷിച്ചത് വയനാട്ടിലെ 15 തരം മണ്ണിനങ്ങളെക്കുറിച്ചുള്ള അറിവായിരുന്നു. നെല്ലും കപ്പയും കാപ്പിയും മഞ്ഞളും ഇഞ്ചിയും തേയിലയും ഏലവും കുരുമുളകും വാഴയും കരിമ്പും സമൃദ്ധമായി വിളയാൻ പലതരം മണ്ണിനങ്ങളും അവയുടെ ശാസ്ത്രീയമായ വിനിയോഗവും സഹായിച്ചു. കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി നടത്തിവന്ന ഇവിടുത്തെ കർഷകർക്ക് മാറിയ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ചില്ലറ പ്രശ്നങ്ങളല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. വയനാട്ടിൽ 6 തരത്തിലുള്ള കാറ്റും മഴയും ഉണ്ടായിരുന്നുവെന്നും ഇന്ന് അത്തരം പ്രതിഭാസങ്ങളൊന്നും കാണാനില്ലെന്നും തനത് നെൽവിത്തുകൾ കൃഷി ചെയ്ത് സൂക്ഷിക്കുന്ന ചെറുവയൽ രാമൻ ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഞാൻ ഓർമ്മിച്ചു. അമ്പലവയലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ശിലായുധങ്ങളും മൺപാത്രങ്ങളും കൽപ്രതിമകളും കണ്ടെടുത്തിട്ടുണ്ട്. അവയിൽ ചിലതൊക്കെ ഈ മ്യൂസിയത്തിലുണ്ട്. കുറുമർ, പണിയർ, ഊരാളികൾ എന്നീ വിഭാഗങ്ങൾ കൂടാതെ കാട്ടുനായ്ക്കർ എന്നൊരു ആദിവാസി വിഭാഗവും വയനാട്ടിലുണ്ട്. അവർ വേട്ടയ്ക്കും മറ്റും ഉപയോഗിച്ചിരുന്ന അമ്പ്, വില്ല് തുടങ്ങിയ ആയുധങ്ങളും കാർഷികോപകരണങ്ങളും നിങ്ങൾക്കിവിടെ കാണാം. പണിയർ നല്ല കൃഷിക്കാരായിരുന്നു, അതുപോലെ നല്ല കലാകാരന്മാരുമായിരുന്നു. മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഊത്തുകുഴൽ, പക്ഷികളെ പിടിക്കാനുള്ള കെണികൾ, തുടി തുടങ്ങിയ സംഗീതോപകരണങ്ങൾ എന്നിവയെല്ലാം ഈ മ്യൂസിയത്തിലുണ്ട്. അതുപോലെ വട്ടി, മുറം, കൊട്ട, കലപ്പ തുടങ്ങിയ വസ്തുക്കളും ഇവിടെ കാണാവുന്നതാണ്. എനിക്കിതൊക്കെ പുതിയ അറിവുകളായിരുന്നു. കേരളത്തിലെ മറ്റ് പല മ്യൂസിയങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഒരു ഗോത്ര മ്യൂസിയത്തിൽ പോകുന്നത് ഇതാദ്യമായിട്ടാണ്. അവിടെ കാട്ടിൽ നിന്നും കിട്ടിയത് എന്നെഴുതിയ മാടമ്പി വിളക്ക് കണ്ടാൽ അതിനൊരു മാടമ്പി ലുക്കുണ്ട്. എതിരാളികളോട് ഏറ്റുമുട്ടി മരണം വരിച്ച വീരന്മാരും ധീരന്മാരുമായ യോദ്ധാക്കളെ ആദരിക്കുന്നതിനു വേണ്ടി കല്ലിൽ തീർത്ത ശില്പങ്ങളാണ് വീരക്കല്ലുകൾ. ഇവ വഴിയരികൾ സ്ഥാപിക്കുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു. കവർന്ന കാലുകളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യോദ്ധാക്കൾ തമ്മിൽ പോര് നടക്കാറുണ്ട്. തോൽക്കാപ്പിയം, പുറനാനൂറ് എന്നീ കൃതികളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നൂൽപ്പുഴ, പുൽപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ള വീരക്കല്ലുകൾ. പേര് സൂചിപ്പിക്കുന്ന പോലെ വീരന്മാരുടെ ഓർമ്മ നിലനിർത്താൻ അവരുടെ രൂപങ്ങൾ കല്ലിൽ കൊത്തിവെക്കുകയായിരുന്നു പതിവ്. ഇവയെ പാലക്കാട്, തൃശൂർ, വയനാട് തുടങ്ങിയ ജില്ലകളിൽ വ്യാപകമായി കാണാം. പല സ്ഥലത്തു നിന്നും കണ്ടെടുത്ത വീരക്കല്ലുകൾ കേരളത്തിലെ പല മ്യൂസിയങ്ങളിലുമുണ്ട്. ഞാൻ താഴത്തെ നിലയിലേക്ക് നടന്നു. അവിടെയാണ് നമ്മുടെ നാട്ടിൽ പലയിടത്തായി കണ്ടെടുത്ത ശിലാപ്രതിമകളുടെ ലോകം കാണാനുള്ളത്.
എത്ര സൂക്ഷ്മമായിട്ടാണ് ഓരോ വിഗ്രഹവും കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നതെന്ന് നോക്കുക. കൂടുതലും പുരാണ പുരുഷന്മാരുടെയും ദേവീദേവന്മാരുടെയും ശില്പങ്ങളാണ്. അവയുടെ മുഖത്തെ ഭാവങ്ങൾ വളരെ മനോഹരമായാണ് ശില്പി ചെയ്തു വച്ചിരിക്കുന്നത്. ഇതിൽ ഓരോന്നും കണ്ടു തീർക്കണമെങ്കിൽ അതിന് തന്നെ 3-4 മണിക്കൂർ എടുക്കും. മഹാശിലായുഗത്തെ ഓർമ്മിപ്പിക്കുന്ന ചില പ്രദർശന വസ്തുക്കൾ ഞാനവിടെ കണ്ടു. വയനാട്ടിലെ കൃഷ്ണഗിരിക്കടുത്ത് 100-ൽ പരം മുനിയറകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊടുങ്കല്ലറകൾ, നടുക്കല്ലറകൾ, കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ എന്നീ വിഭാഗത്തിലുള്ള ശവക്കല്ലറകളാണ് കേരളത്തിൽ പലയിടത്തും കണ്ടെത്തിയിട്ടുള്ളത്. അല്പം ചരിത്രം പറയുകയാണെങ്കിൽ വീരകേരളവർമ്മ പഴശ്ശിയെ വിട്ടുകളയാനാവില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം പട നയിച്ചത് കുറിച്യരുടെയും കുറുമരുടെയും ശക്തമായ പിന്തുണയോടെയായിരുന്നു. ആ പടയാളികൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും മറ്റുപകരണങ്ങളും ഈ മ്യൂസിയത്തിൽ നിങ്ങൾക്ക് കാണാം. പഴശ്ശിയുടെ ജീവിതവും സമരവും വയനാട്ടിലെ ഏതു കൊച്ചുകുട്ടിക്കും മനഃപ്പാഠമാണ്. 1805 മാവിലാന്തോടിന് സമീപം പഴശ്ശി കൊല്ലപ്പെട്ടതായാണ് പറയപ്പെടുന്നത്. അതിനുശേഷം കുറുമർ ഒരു കലാപത്തിന് ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. അതിനെ ബ്രിട്ടീഷുകാർ നിഷ്ഠൂരം അടിച്ചമർത്തിയതായി വില്യം ലോഗൻ മലബാർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. മാസക്കാലം നൂലുപോലെ മഴ പെയ്തുകൊണ്ടിരുന്നു വയനാട്ടിൽ. ഇന്നവിടെയും നാട്ടിലെ മറ്റിടങ്ങളിലെ പോലെ തന്നെ ചൂടും ഉഷ്ണവുമാണ്. രാവിലെയും വൈകുന്നേരവും മാത്രമേ തണുപ്പും മഞ്ഞും പതിവുള്ളൂ. 1980 വയനാട് ജില്ല നിലവിൽ വന്നു. ധാരാളം കുടിയേറ്റക്കാർ ഇവിടേക്ക് വന്നു. അതോടെ കുറേയേറെ കാട് നാടായി. മരങ്ങൾ കുറഞ്ഞു, മഴ കുറഞ്ഞു. എങ്കിലും ഇന്നും വയനാടൻ കാപ്പിക്കും ഇഞ്ചിക്കും മറ്റും വലിയ ഡിമാൻഡാണ്. പത്ത് 30 വർഷം പഴക്കമുള്ള ഒരാൽമരം മ്യൂസിയത്തിന് പിന്നിൽ കണ്ടു. നാലുപാടും ചിതറിയോടുന്ന നീലസർപ്പങ്ങളെപ്പോലെ ഇഴപിരിഞ്ഞു കിടക്കുന്ന അതിൻ്റെ വേര് പടലങ്ങളിലാണ് എൻ്റെ കണ്ണുകൾ ഉടക്കിയത്. ഇതൊരു രസമുള്ള കാഴ്ച തന്നെ. ചെറിയ മ്യൂസിയം ആയതുകൊണ്ട് തന്നെ 4-5 മണിക്കൂറിനുള്ളിൽ ഞാൻ എൻ്റെ കാഴ്ച മതിയാക്കി പുറത്തേക്ക് നടന്നു. ഈ മ്യൂസിയം നിങ്ങൾ കണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമുക്കറിയാൻ പാടില്ലാത്ത എത്രയോ കാര്യങ്ങളാണല്ലേ ഇതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു വലിയ അറിവ് തരുന്ന മ്യൂസിയമാണ് വയനാട് ഹെറിറ്റേജ് മ്യൂസിയം.